വെള്ളാപ്പള്ളി നടേശൻ ഇടതുമുന്നണിയെ പ്രത്യേകിച്ച് CPIM-നെ വെട്ടിലാക്കുന്നു എന്നാണ് ന്യൂസ് ടൈംസ് ഇനി പരിശോധിക്കുന്നത്. CPIM-ന് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കാതെ പോവുകയാണോ? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ CPIM ഭയക്കുന്നത്? പിണറായി വിജയൻ ആണോ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നത്? പിണറായി വിജയനുമായുള്ള അടുപ്പത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം, പ്രത്യേകിച്ച് ഘടകകക്ഷിയായിട്ടുള്ള CPI അടക്കം വലിയ എതിർപ്പ് ഉന്നയിക്കുമ്പോഴും CPIM എന്തുകൊണ്ട് ഇപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അതിനിടെ ഇന്നലെ ഇതേ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മാധ്യമങ്ങളോട് വലിയ തോതിൽ അസ്വാരസ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകന്റെ മൈക്കടക്കം തട്ടിമാറ്റിക്കൊണ്ട് പോകുന്നതും പ്രേക്ഷകർ കണ്ടതാണ്. അതാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതിലാദ്യം പോകുന്നത് എന്തായിരുന്നു ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം എന്നുള്ളതാണ്. മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ച സാഹചര്യമുണ്ടായി. ആദ്യം നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞതെന്ത് എന്നത് ഒരിക്കൽ കൂടി കേൾക്കാം. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ, അതിന് എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. കണ്ടുണ്ടായിരുന്നില്ലേ? അത് ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി? വർഗീയമായ പ്രസ്താവനകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനാണ് ഇനിയൊരു വർഗീയ കലാപം ഉണ്ടാകണോ എന്ന് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത് എന്നതാണ് കൗതുകകരം. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പിണറായി വിജയൻ്റേത് മികച്ച ഭരണമാണ്, ഇനിയും പിണറായി വിജയൻ അധികാരത്തിലേറണമെന്ന് അദ്ദേഹം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആണ് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്നാൽ പിന്നീടുണ്ടായ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അസ്വാരസ്യപ്പെടുത്തി, അദ്ദേഹം ക്ഷുഭിതനായി എന്നത് നമ്മൾ കണ്ടതാണ്. ആ ചോദ്യത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? നേരത്തെയും മലപ്പുറവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അല്പസമയത്തിനകം ഞാൻ പ്രേക്ഷകരിലേക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഇതേ മലപ്പുറത്ത് SNDPക്ക് സ്കൂൾ അനുവദിച്ച് കിട്ടാത്തതിൽ ഉള്ള ചോദ്യമായിരുന്നു വെള്ളാപ്പള്ളിയോട് ചോദിച്ചത്. മലപ്പുറത്തും വയനാട്ടിലും കാസർഗോഡും SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നില്ല, സർക്കാർ അതിന് അനുമതി നൽകുന്നില്ല എന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. ഒരു ഭാഗത്ത് പിണറായി വിജയന്റെ സർക്കാരിനെ അങ്ങേയറ്റം പുകഴ്ത്തുന്നു, എല്ലാം വളരെ നല്ലത് എന്ന് പറയുമ്പോൾ അതേ പിണറായി വിജയൻ സർക്കാർ തന്നെയല്ലേ ഈ കഴിഞ്ഞ 9 വർഷമായി ഭരിച്ചത്, എന്നിട്ടും അനുമതി ലഭിച്ചില്ലേ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പ്രകടനം. അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല കേൾക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്, കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി. പിണറായി എന്തുകൊണ്ട് അവസരം ലഭിച്ചില്ല, അനുമതി ലഭിച്ചില്ല എന്ന ചോദ്യമാണ് ചോദിച്ചത്. അതാണ് ഈ പ്രകോപനത്തിന് വഴിയൊരുക്കിയത്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങളെയൊക്കെ CPIM വിഴുങ്ങുന്നുണ്ടെങ്കിലും ബിനോയ് വിശ്വത്തിന്, പ്രത്യേകിച്ച് CPIക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ ബിനോയ് വിശ്വം ഉൾപ്പെടുന്ന CPIയെയും വെള്ളാപ്പള്ളിക്ക് പിടിക്കുന്നില്ല. അതിൻ്റെ പ്രതികരണവും നമ്മൾ ഇന്നലെ കേട്ടതാണ്. CPI ചതിയന്മാർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം. ചതിയൻ ചന്തുമാരാണ് എന്നും 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുകയാണ് എന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചത്. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? 3ാം തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ തിന്ന് കാലട്ടെ വിട്ടെങ്കിൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിരക്കില്ല.
എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടല്ലേ. യെസ്, ഒരു ഇലക്ഷൻ വരാനിരിക്കുമ്പോൾ ഇത്തരം സംവാദങ്ങൾ നല്ലതാണോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയാണ്. ഇത്തരം ഇലക്ഷനിലൊക്കെ വെള്ളാപ്പള്ളി നടത്തുന്ന ഈ പരാമർശങ്ങൾ ഏത് തരത്തിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നത് CPIക്ക് എന്തായാലും ബോധ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്ക് അതേ നാണയത്തിൽ തന്നെയാണ് CPI മറുപടി നൽകുന്നത്. ബിനോയ് വിശ്വം എന്താണ് പറഞ്ഞത്? ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ തലക്ക് ചേരില്ല, CPI തലക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലക്കേ ചേരൂ. ആരായാലും പേര് പറഞ്ഞ സന്തോഷം. ചതിയൻ ചന്തുവിന്റെ തൊപ്പി എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ ചേരൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത്. ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന്റെ ചരിത്രം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ എന്നത് വലിയ അഭിമാനമായി തന്നെയാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതേ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ചില പരാമർശങ്ങൾ അത് നമുക്ക് മറന്നുപോകാൻ പറ്റുമില്ലല്ലോ, പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ച് നടത്തിയത്. ഒന്ന് കേട്ടു നോക്കാം. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? യെസ്, ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശം. ഇത്തരം പരാമർശങ്ങളുടെ ഒരു തുടർച്ച തന്നെയുണ്ട്. എല്ലാം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കേൾപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. എങ്കിലും ഈ വർഗീയ പരാമർശങ്ങളൊക്കെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണ് എന്ന് മുഖ്യമന്ത്രിക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അതിന് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഒന്ന് കേട്ടു നോക്കിയാൽ മതി. വർഗീയതയുടെ ആപത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം വലിയ തോതിൽ ഉയർന്നു വരുമ്പോഴും കേരളം ഒരൊറ്റപ്പെട്ട തുരുത്തായി നിൽക്കുകയാണ്. അതിലെ ഒരു ഘടകം ഈ സംസ്ഥാനത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനവും കരുത്തുമായിരുന്നു. നമ്മുടെ സംസ്ഥാനം തീർത്തും വേറിട്ട് നിൽക്കുന്നു. ഇവിടെ ഒരു ഭേദചിന്തയുമില്ലാതെ സോദരത്വേന വാഴാൻ കഴിയുന്ന ഒരു നാടായി നിൽക്കുന്നു. ഇതൊന്നും ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ പലയിടത്തും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യം ഇതായിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ ആ വർഗീയത ചെറിയ തോതിൽ ആളുകളെ സ്വാധീനിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. തീർത്തും അസ്വീകാര്യമായി നിർത്തിയിരുന്ന സ്ഥാനത്ത് ചെറിയ തോതിലുള്ള സ്വീകാര്യത വർഗീയതയ്ക്ക് വരുന്നില്ലേ? ഇത് നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് എത്തിക്കുക? ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഭാഗമായി വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ അത് നാട്ടിനുണ്ടാക്കുന്ന ആപത്ത് എത്രത്തോളമായിരിക്കും? ആദരണീയനായ വൈസ് പ്രസിഡന്റ് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി അവിടെ ഷൂ അഴിച്ചു വെച്ചാണ് അകത്തേക്ക് കടന്നത്. വലിയ ആദരവോടെയാണ് അകത്തേക്ക് കടന്നത്. ആ ഷൂ അഴിച്ചു വെച്ചുകൊണ്ടാണ് ബൈബിൾ അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത്? അത് കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന എനിക്ക് ദീപികയുടെ മുഖപ്രസംഗമാണ് ഓർമ്മ വന്നത്. ദീപികയ്ക്ക് എഴുതേണ്ടി വന്നു എന്താണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതിയെന്ന്, ഏത് തരത്തിലുള്ള
ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്ന്. ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന സ്ഥിതി വരുന്നു. ഇവിടെ അരമനയിൽ കയറിയതുകൊണ്ടോ അവരുടെ മുന്നിൽ കേക്ക് വെച്ച് നീട്ടിയതുകൊണ്ടോ അത് ഇതിനൊന്നും പരിഹാരമല്ല എന്നവർ പലരും തുറന്നു പറയുന്ന സ്ഥിതി വന്നിരിക്കുന്നു.